നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ലോകവ്യാപകമായി COVID-19 പടർന്നു പിടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കർശന നിർദ്ദേശങ്ങളാണ് വിവിധ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഗൾഫിലേക്കും അവിടെ നിന്ന് തിരിച്ചും യാത്ര ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ അറിയാം. ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ കർശന നിയന്ത്രണങ്ങളും ചുവടെ ചേർക്കുന്നു. UAE വിസ നൽകുന്നത് നിർത്തിവെച്ചെങ്കിലും നിശ്ചിത രാജ്യങ്ങൾക്ക് വിസ, അതായത് ഓൺ അറൈവൽ വിസ ലഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ അറിയിക്കുകയുണ്ടായി. 45 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് എമിറേറ്റ്സ് എയർലൈൻസ് വഴി ഓൺ അറൈവൽ വിസ ലഭിക്കുക. ഒപ്പം ഓൺ അറൈവൽ വിസ ലഭിക്കുന്ന 45 രാജ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ എത്തുന്നവരെ ക്യാമറ വഴി തെർമൽ സ്കാനിങ്ങിന് വിധേയമാക്കുകയും ചെയ്യും. കസ്റ്റംസ് കൗണ്ടറിലേക്ക് നീങ്ങുന്ന സമയത്താണ് യാത്രക്കാർ കൊറോണ വൈറസ് പരിശോധനയ്ക്ക് വിധേയമാവുക. വിമാന സർവീസുകൾ റദ്ദു ചെയ്ത രാജ്യങ്ങൾ ഇവയാണ്: ബഹ്റൈൻ, ഇറാഖ്, അതായത് മാർച്ച് 17 മുതൽ, ഇറാൻ, ഇറ്റലി, റോം ഒഴികെയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ലബനൻ മാർച്ച് 17 മുതലാണ്. ചൈന, സിറിയ മാർച്ച് 17 മുതൽ. തുർക്കിയും മാർച്ച് 17 മുതൽ തന്നെ. സർവീസുകൾ റദ്ദാക്കിയ വിമാന കമ്പനികൾ ഇവയാണ്: ഗോ എയർ അബുദാബി, ദുബായ്, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂർ, മുംബൈ, ഡൽഹി സെക്ടറുകളിലേക്കുള്ള ഗോ എയർ സർവീസ് ഏപ്രിൽ 15 വരെ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോയുടെ അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, ലക്നൗ, മുംബൈ, ഹൈദരാബാദ്, മംഗളൂരു സെക്ടറുകളിലേക്കുള്ള വിമാന സർവീസുകളും ഈ മാസം 28 വരെ നിർത്തലാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഷാർജ, ദുബായ് സെക്ടറുകളിൽ നിന്ന് കൊച്ചി, മംഗലാപുരം, പൂനെ സെക്ടറുകളിലേക്കുള്ള ചില ദിവസങ്ങളിലെ സർവീസുകൾ റദ്ദാക്കിയിരുന്നു. വിദേശ വിനോദസഞ്ചാരികളുമായി എത്തുന്ന യാത്രാ കപ്പലുകൾക്ക് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സായിദ് പോർട്ട്, സർബിയാസ് ക്രൂസ് ബീച്ച് എന്നിവിടങ്ങളിൽ പ്രവേശനമില്ല അബുദാബി പോർട്ട് അറിയിക്കുകയുണ്ടായി. ഒപ്പം UAE-യിൽ 2 ആഴ്ച സർക്കാർ ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ കാലത്തേക്ക് നീട്ടാനും സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗർഭിണികൾ, 9 താഴെ പ്രായമുള്ള കുട്ടികൾ, അമ്മമാർ, ഭിന്നശേഷിക്കാർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, 60 മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്ക് ഓഫീസിൽ എത്താതെ തന്നെ ജോലി ചെയ്യാൻ അനുമതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ദുബായ് ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുകയുണ്ടായി. ഷാർജയിലെ എല്ലാ പൊതു പാർക്കുകളും അടയ്ക്കുകയും ചെയ്തു. ദുബായിൽ പുരാവസ്തു ചരിത്ര കേന്ദ്രങ്ങൾ, വായനശാലകൾ, തീം പാർക്കുകൾ, സിനിമാശാലകൾ, ജിംനേഷ്യം, പാർക്കുകൾ എന്നിവയും അടച്ചു. UAE ഫുട്ബോൾ അസോസിയേഷൻ അണ്ടർ-19 മത്സരം മാറ്റിവെക്കുകയുണ്ടായി. അസോസിയേഷന് കീഴിലുള്ള വനിതാ ഫുട്ബോൾ മത്സരങ്ങളും ഫുട്സാലും മറ്റും ഫുട്ബോൾ പരിശീലന പരിപാടികളും താൽക്കാലികമായി റദ്ദാക്കി. 18 വയസ്സിന് താഴെയുള്ളവരുടെ എല്ലാ കായിക പരിപാടികളും നിർത്തിവെക്കുകയുണ്ടായി. സാനിറ്റൈസറിന് ക്ഷാമം നേരിട്ട് തുടങ്ങിയതോടെ കലാലയങ്ങൾ സ്വന്തമായി നിർമ്മാണം ആരംഭിക്കാനും വികസിപ്പിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. UAE-ക്ക് ശേഷം ഒമാനിൽ പ്രവേശന വിലക്കും ഏർപ്പെടുത്തി. മാർച്ച് 17 മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. GCC പൗരന്മാർക്ക് ഈ വിലക്ക് ബാധകമല്ല. രാജ്യത്ത് പ്രവേശിക്കുന്ന മുഴുവൻ ആളുകളും ക്വാറന്റൈൻ നടപടികൾക്ക് വിധേയരാകണമെന്നാണ് ഒമാൻ മന്ത്രാലയം പറയുന്നത്. പ്രവാസികൾ ഒമാനിലേക്ക് പ്രവേശിക്കുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. രാജ്യത്തെത്തുന്നവർ 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയുക തന്നെ വേണം. കൊറോണ വൈറസ് മുക്തരാണെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് മാത്രം ഇനി ഒമാനിൽ പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ് വിസകൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. രാജ്യത്തെ തുറമുഖങ്ങളിൽ ആഡംബര യാത്രാ കപ്പലുകളുടെ പ്രവേശനവും നിർത്തിവെച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം ഉണ്ടാകില്ല. ഖബറടക്കത്തിന് ആളുകൾ ഒത്തുചേരാൻ പാടില്ല. വിവാഹം, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കുകൾ അടച്ചിടും. രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകി. ഒപ്പം സൗദിയിൽ നിന്ന് അവധിക്ക് മറ്റും നാട്ടിലേക്ക് പോയ മലയാളികൾ അടക്കമുള്ള വിദേശികൾക്ക് 72 മണിക്കൂറിനകം തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ സ്പോൺസർ ആവശ്യപ്പെട്ടാൽ ഇഖാമ, റീഎൻട്രി വിസ കാലാവധി നീട്ടി നൽകുമെന്ന് പാസ്പോർട്ട് വിഭാഗമായ ജവാസാത്ത് അറിയിക്കുകയുണ്ടായി. യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് നാട്ടിലെത്തിയവരും കാലാവധിയുള്ള ഇഖാമയുള്ളവർക്കുമാണ് റീഎൻട്രി കാലാവധി നീട്ടി നൽകുക. കൊറോണ വൈറസ് ബാധിച്ച രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ് വിസകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. തിരിച്ചെത്തുന്ന സ്വദേശികളും വിദേശികളുമായവർ 14 ദിവസം പുറത്തിറങ്ങരുത് എന്ന കർശന നിയന്ത്രണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഒപ്പം കപ്പൽ സർവീസുകളും നിർത്തിവെക്കുകയുണ്ടായി. രാജ്യാന്തര വിമാന സർവീസ് നിർത്തലാക്കിയതിനാൽ സൗദിയിലുള്ള സന്ദർശക വിസാക്കാരുടെ വിസ കാലാവധി നീട്ടി നൽകുന്നതായിരിക്കും. മാർച്ച് 16 മുതൽ 16 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ സുരക്ഷ, സൈനിക മേഖല ഒഴികെയുള്ള എല്ലാ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർക്കും മാർച്ച് 16 മുതൽ 16 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഷോപ്പിംഗ് മാളുകൾ അടയ്ക്കുകയുണ്ടായി. റെസ്റ്റോറന്റുകൾക്കും കുട്ടികളുടെ കളിസ്ഥലം ഉൾപ്പെടെ ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. കുവൈറ്റിൽ ഫെബ്രുവരി 27 ശേഷം കുവൈറ്റിൽ പ്രവേശിച്ച എല്ലാ വിദേശികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കി വരികയാണ്.
പരിശോധനയ്ക്ക് എത്താത്തവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചു വരികയാണ്. മുഷ്രിഫിലെ രാജ്യാന്തര പ്രദർശന നഗരി വിദേശികളുടെ കൊറോണ വൈറസ് പരിശോധനാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. വിവിധ ഗവർണറേറ്റുകളിൽ താമസിക്കുന്നവർക്ക് വ്യത്യസ്ത ദിവസങ്ങളിലാണ് പരിശോധന ഏർപ്പെടുത്തി വരുന്നത്. സിവിൽ ID കാർഡ്, പാസ്പോർട്ട് എന്നിവ സഹിതം പരിശോധനയ്ക്ക് എത്തേണ്ടതാണ്. ബസ് സർവീസുകൾ ഇനി ഒരു അറിയിപ്പ് വരെ നിർത്തിവച്ചിരിക്കുകയാണ്. മാളുകളും അടച്ചു കഴിഞ്ഞു. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതൊഴികെയുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ അടയ്ക്കുകയുണ്ടായി. മുഴുവൻ മാളുകളും അടച്ചു. റെസ്റ്റോറന്റുകളും കഫേകളിലും ഒരു സമയം 5-ൽ കൂടുതൽ ഉപയോക്താക്കൾ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. നിൽക്കുന്നവർ ക്യൂ പാലിക്കുകയും ചെയ്യണം. ക്യൂവിൽ ആളുകൾ തമ്മിൽ 1 മീറ്റർ അകലവും പാലിക്കണം. വിവാഹാഘോഷങ്ങൾ വീടുകളിലേക്ക് മാറ്റണം. കമ്മ്യൂണിറ്റി സെന്ററുകളിലും ഓഡിറ്റോറിയങ്ങളിലും കൂടിച്ചേരലുകൾ പാടുള്ളതല്ല. ബാർബർ ഷോപ്പുകളും അടച്ചു. മുഴുവൻ എന്റർടൈൻമെന്റ് സെന്ററുകളും അടയ്ക്കുകയുണ്ടായി. വെള്ളിയാഴ്ചകളിലെ ജുമാ ഉൾപ്പെടെ മസ്ജിദുകളിലെ 5 നേരത്തെയും ജമാ നമസ്കാരം നിരോധിക്കുകയും ചെയ്തു. ഖത്തറിൽ മാർച്ച് 18 മുതൽ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വിമാനങ്ങൾക്ക് പ്രവേശനം വേണമെന്ന് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അറിയിക്കുകയുണ്ടായി. പൊതുഗതാഗത സേവനങ്ങളും മാർച്ച് 15 രാത്രി മുതൽ 14 ദിവസത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ്. കാർഗോ വിമാനങ്ങളെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലുള്ള ഖത്തർ പൗരന്മാരെ തിരികെ ദോഹയിലേക്ക് എത്തിക്കുന്നതിന് മാത്രമായിരിക്കും സർവീസ് ഉണ്ടായിരിക്കുക. സുഡാൻ, ജോർദാൻ എന്നിവിടങ്ങളിലുള്ള ഖത്തരികളെയാണ് ദോഹയിലേക്ക് പ്രത്യേക വിമാനത്തിൽ എത്തിക്കുന്നത്. ഖത്തർ ID അതായത് താമസാനുമതി രേഖ പുതുക്കേണ്ട സമയത്ത് തിരികെ എത്താൻ സാധിക്കാത്തവർക്ക് ID കാലാവധി കഴിഞ്ഞാലും നിലവിലെ വിലക്ക് നീങ്ങിയാലുടൻ രാജ്യത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഖത്തറിലേക്ക് പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ ബാങ്ക് ഇൻസ്റ്റാൾമെന്റുകളും 6 മാസത്തേക്ക് നീട്ടിവെച്ചു. സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി അടുത്ത ഞായറാഴ്ച മുതൽ ഡിസ്റ്റൻസ് പഠനം തുടങ്ങുന്നതായിരിക്കും. ബഹ്റൈനിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകളും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകണം. രാജ്യാന്തര മാനദണ്ഡം അനുസരിച്ചുള്ള നടപടികളാണ് ബഹ്റൈൻ സ്വീകരിച്ചിട്ടുള്ളത്. കൊറോണ ബാധിത രാജ്യത്ത് നിന്നെത്തിയവർ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥ ലംഘിച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.